പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ വളരെ സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിലെ തന്നെ ഗതിവിഗതികളെ മാറ്റാൻ പ്രാപ്തിയുള്ള ഒരു പരീക്ഷയാണ് JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ്. അപ്പോൾ JEE മെയിൻസിലൂടെയാണ് നമ്മുടെ NITകളിലേക്കുള്ള അഡ്മിഷൻ, JEE അഡ്വാൻസിലൂടെയാണ് IITകളിലേക്കുള്ള അഡ്മിഷൻ. ഏകദേശം 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ വിദ്യാർത്ഥികൾ തയ്യാറാകുന്ന ഒരു മത്സര പരീക്ഷയാണിത്. ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാകുന്നു? ഇതിൽ കിട്ടുന്ന ഓരോ മാർക്കും വളരെ വളരെ പ്രധാനമാണ്. അതിനനുസരിച്ചാണ് IITകളിലേക്കുള്ള അഡ്മിഷൻ നിശ്ചയിക്കപ്പെടുന്നത്. JEE മെയിൻസിനെ സംബന്ധിച്ച് 99.999 ആ രീതിയിൽ 99 ഡെസിമൽ കഴിഞ്ഞ് 7 ദശാംശം വരെയാണ് ഒരു മാർക്കിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ, ഒരിക്കലും നെഗറ്റീവ് വരാത്ത വിധത്തിൽ തെറ്റുതിരുത്തി വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മനസാന്നിധ്യത്തോടെ JEE മെയിൻസ് എഴുതാവുന്നതാണ്. ആദ്യത്തെ 3 NITകൾ, അതായത് NIT ട്രിച്ചി, വാറങ്കൽ, സൂറത്കൽ, ഇത് IITകൾക്ക് ഒപ്പം നിൽക്കുന്ന, പ്രൈം IITകൾക്ക് ഒപ്പം നിൽക്കുന്ന NITകളാണ്. ഇവയിലുള്ള കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഈ ബ്രാഞ്ചുകൾ കിട്ടണമെങ്കിൽ ഓപ്പൺ റാങ്ക് തന്നെ 1000-നകത്ത് വന്നാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ജോസയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്കിത് വ്യക്തമായി മനസ്സിലാവും. എത്രയാണ് റാങ്ക്, പ്രീവിയസ് ഇയേഴ്സ് റാങ്ക് എത്രയാണ്, ലാസ്റ്റ് അലോട്ട്മെൻറ്റ് റാങ്ക് എത്രയാണ് എന്നെല്ലാം ജോസ സൈറ്റിൽ പോയി നോക്കുക. ഓക്കെ. JEE മെയിൻസ് കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞാണ് നമുക്ക് JEE അഡ്വാൻസ് എക്സാം വരുന്നത്. അപ്പോൾ അതിലും വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. ഒരു ചോദ്യം പോലും ആവർത്തിക്കാറില്ല. എല്ലാ ചോദ്യങ്ങളും പുതിയതായിരിക്കും. അതുപോലെ പല കോമ്പിനേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പല പാറ്റേണുകളും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കോച്ചിങ് സെൻറ്ററുകളിൽ പോയിട്ട് പല കാര്യങ്ങളും പഠിച്ചിരിക്കും. മാത്സ് ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞ് ഫിസിക്സിൽ നിങ്ങൾ നല്ല ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കണം. പിന്നെ നമുക്ക് കെമിസ്ട്രി. ഓക്കെ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ പരീക്ഷകൾ എഴുതുക. IIT ബോംബെയിലെ ആദ്യത്തെ 50 റാങ്കുകാർ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. അത് കഴിഞ്ഞാൽ പ്രൈം IITകളിലെല്ലാം, IIT ഡൽഹി, അതുപോലെ IIT മദ്രാസ്, കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കി, ഇങ്ങനെ ഗുവാഹട്ടി, ഇത്തരം IITകളെല്ലാം പ്രൈം IITകളാണ്, ടയർ 1 IITകളാണ്. അവിടേക്കുള്ള അഡ്മിഷൻ വളരെ വേഗം തന്നെ പൂർത്തിയാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സീറ്റ് പോലും അവിടെ വേക്കൻ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ മാർക്കും നിങ്ങളുടെ അഡ്മിഷനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഘടകമായി തീരും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ മനസാന്നിധ്യത്തോടെ കോച്ചിങ് സെൻറ്ററുകളിൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് അതിലെ ഡൗട്ട് ക്ലിയറൻസ് എല്ലാം നടത്തി കോൺസെപ്റ്റുകളൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കുക. കാരണം എല്ലാം കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് വരുന്നത്. അപ്പോൾ കോൺസെപ്റ്റിലൊരിക്കലും എറർ വരരുത്. ഞാൻ വാസ്തവത്തിലൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. പക്ഷേ എൻ്റെ മകൾ ഇതുപോലെ കോച്ചിങ്ങിന് പോവുകയും അവൾ IIT വാരണാസിയിൽ നിന്ന് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച് MTech കംപ്ലീറ്റ് ചെയ്തു. BTech ആൻഡ് MTech. അതിനുശേഷം ഗൂഗിളിൽ വർക്ക് ചെയ്യുകയാണ്, ഗൂഗിൾ ബാംഗ്ലൂർ ഓഫീസിൽ. അപ്പോൾ വളരെ വലിയ സാധ്യതയാണ് മിഡിൽ ക്ലാസ് നിന്ന് വരുന്ന സാധാരണക്കാരായ കുട്ടികൾക്ക് IITകൾ നൽകുന്നത്. നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് USA മറ്റേതെങ്കിലും ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലോ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ കമ്പനികളും അവിടെ പ്രീ പ്ലേസ്മെൻറ്റ് ഓഫറോട് കൂടി വരുന്നുണ്ട്. നല്ല രീതിയിലൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ JEE മെയിൻസ് സെക്കൻഡ് സെഷൻ എക്സാം. താങ്ക് യു.